പെൺകുട്ടിക്ക് നേരെ ലൈംഗിക ആക്രമണം നടത്തിയ പ്രതിയെ കാട്ടാക്കട KSRTC അധികൃതർ പോലീസിൽ ഏൽപ്പിച്ചു. നെടുമങ്ങാട് കോടതിക്ക് സമീപമാണ് സംഭവം. ചെമ്പൂർ സ്വദേശി ബാബുവാണ് പ്രതി. ഉടൻ തന്നെ പെൺകുട്ടി പ്രതികരിച്ചെങ്കിലും പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് നെടുമങ്ങാട് സ്റ്റേഷനിൽ പരാതി പറഞ്ഞെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല. പെൺകുട്ടി വീട്ടിലേക്ക് പോകാനായി കാട്ടാക്കട ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ പ്രതിയെ കാണുകയും അവിടെയുള്ള KSRTC ജീവനക്കാരോട് വിവരം പറയുകയും ചെയ്തു. അങ്ങനെ പ്രതിയെ പിടികൂടുകയായിരുന്നു. പിന്നീട് കാട്ടാക്കട പോലീസ് എത്തുകയും പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നെടുമങ്ങാട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെ ആ കോടതിയുടെ അവിടെ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു സാധനം വാങ്ങാൻ വേണ്ടി. അപ്പോൾ ഇയാൾ പെട്ടെന്ന് വന്നിട്ട് ദേഹത്ത് ഇവിടെ ഇട്ട് ഇങ്ങനെ ഇടിക്കാൻ വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ പോയപ്പോൾ എൻ്റെ ദേഹത്ത് കയറി പിടിച്ച് ഉടനെ തന്നെ ഞാൻ റിയാക്ട് ചെയ്ത്. പക്ഷേ ഇയാൾ പെട്ടെന്ന് ഓടിക്കളഞ്ഞ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അവിടെ ഒരു പോലീസ് മാമയെന്ന് അവരുടെ അടുത്ത് നിന്ന് പറഞ്ഞ് അവരെനിക്ക് നമ്പരും തന്ന് കയ്യിൽ എഴുതി തന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു വന്നപ്പോൾ അവർ പറഞ്ഞ് എന്തായാലും അവർ സ്റ്റാൻഡിൽ കാണും, ഒന്ന് കാണുകയാണെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞ്. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും അയാൾ ബസ്സിൽ കയറിപ്പോയി. പക്ഷെ ഉടനെ തന്നെ ഞാൻ പോലീസ് മാമയെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇനി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഉടനെ സ്റ്റേഷനിൽ കൊടുത്താൽ മതിയെന്ന്. ഇതാണ് നടന്നത്. കാട്ടാക്കട ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ പോകാനും കൂടെ ആയിട്ടതാണ് വന്നത്. അപ്പോൾ ഇവിടെ ബസ്സിൽ ഇരുന്നപ്പം പെട്ടെന്ന് ഇയാളെ ഞാൻ കണ്ടു. അവിടെ നിന്ന് ഈ വെള്ളറുടെ ബസ്സിൻ്റെ അവിടെ വെച്ചാണ് കണ്ടത്. ഉടനെ തന്നെ ഞാൻ ഡ്രൈവർ മാമൻ്റെ അടുത്ത് പറഞ്ഞ് ഇയാൾ എൻ്റെ ദേഹത്തേറി പിടിച്ച അയാളാണ്, ഒന്ന് ഇയാളെ നോക്കിക്കോണേന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞ് ഇവിടെയുള്ള സെക്യൂരിറ്റിയെ ചെന്ന് വിളിച്ചുകൊണ്ടുവരാൻ. പെട്ടെന്ന് ഞാൻ ഇവിടെ വന്ന് സെക്യൂരിറ്റി വിളിക്കാൻ വന്നപ്പോൾ ഇവിടെയുള്ള മാമ്മമാരെല്ലാവരും കൂടെ വന്നാണ് അയാളെ ഇറക്കിയത് വെള്ളറുടെ ബസ്സിൽ കയറാൻ പോയപ്പോൾ. ഇതിലെനിക്ക് പരാതിയുണ്ട്. കാരണം ഇതേപോലെ എത്രയോ പെൺകുട്ടികളെ പിടിക്കുകയും ഇയാളൊക്കെ പോലെയുള്ളവർ അസുഖമൊന്നും പറഞ്ഞ് കളയാൻ പറ്റൂലല്ലോ. കൊടുക്കുന്നുണ്ട്. ഇപ്പം എൻ്റെന്ന് പറഞ്ഞാൽ കാട്ടാക്കടയായതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇനി നെടുമങ്ങാട് പോകണമെന്ന് പറയുകയാണെങ്കിൽ നെടുമങ്ങാടും കൊടുക്കാൻ എനിക്ക് ഓക്കെയാണ്.